ഭയങ്കര ഇമോഷണലി ആൻഡ് വളരെ നൈസ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു പഞ്ചായത്ത് സീസൺ 3. 2 വർഷത്തെ ഒരു കാത്തിരിപ്പായിരുന്നു. കാരണം ഈ ഒരു സീരീസ് അത്രത്തോളം എൻ്റെ ഒരു ഫേവറേറ്റ് ആണ്. എനിക്കറിയുന്ന എല്ലാവരോടും ഞാൻ പറയും ഈ ഒരു സീരീസ് ഒന്ന് കണ്ടു നോക്കാൻ. കാരണം വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് കണ്ടിട്ട് അത്രത്തോളം ഫേവറേറ്റ് ലിസ്റ്റ് ഇടം പിടിച്ചിട്ടുള്ള ഒരു സീരീസ് ആണ്. അതിന്റെ സീസൺ 3ലേക്ക് വരുമ്പോൾ കുറച്ച് നമ്മൾ കഴിഞ്ഞ 2 സീസണിൽ കണ്ട പോലുള്ള ഒരു ഫണ്ണി ആയിട്ടുള്ള സംഭവങ്ങളല്ല. ഈ ഒരു സീസണിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി പൊളിറ്റിക്കൽ സെനാറിയോസ് ആണ് അവിടെ എടുത്ത് കാണിച്ചിട്ടുള്ളത്. അവിടെ ഉണ്ടാവുന്ന ചില കോമ്പറ്റീഷൻ, രണ്ടാളുകൾ തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ, അടുത്തൊരു ഇലക്ഷന് വേണ്ടിയിട്ടുള്ള കുറെ ഇഷ്യൂസ്, അതിനിടയിലുള്ള ലാസ്റ്റ് സീസണിലത്തെ MLA ആയിട്ടുള്ള ഒരു ഇഷ്യൂ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടാണ് ഇപ്രാവശ്യത്തെ ഈ ഒരു 8 എപ്പിസോഡും പോയിട്ടുള്ളത്. പക്ഷെ എവിടെ പോലും ബോർ അടിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും രസം. ഈ ഒരു സീസൺ 3 ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു എപ്പിസോഡ് 3 ആണ്. കാരണം ഒരുപാട് ഇമോഷണലി അല്ലെങ്കിൽ വളരെ കുറെ കാര്യങ്ങൾ അവയർനെസ്സും തരുന്ന ഒരു എപ്പിസോഡ് തന്നെയായിരുന്നു അത്. കാരണം ഭയങ്കര ഇമോഷണൽ ആക്കി കളഞ്ഞു. ഈ ഒരു സീസണിലത്തെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് മറ്റാരുമല്ല, ഫൈസൽ മാലിക് ചെയ്തിട്ടുള്ള പ്രഹ്ലാദാണ്. കാരണം ലാസ്റ്റ് സീസണിൽ ആ ഒരു ക്യാരക്ടറിനെ വെച്ചുകൊണ്ട് എന്താണ് ഉണ്ടായെന്ന് നമുക്കറിയാം ലാസ്റ്റ് എപ്പിസോഡിൽ, സീസൺ 2 ലാസ്റ്റ് എപ്പിസോഡിൽ. പക്ഷേ ഈ ഒരു സീസൺ 3ക്ക് വരുമ്പോൾ ആ ഒരു ക്യാരക്ടറിന് കുറെ കൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് കുറച്ചും കൂടി ഇമോഷണൽ ആയിട്ടുള്ള പല സീനുകളും ആൾക്ക് ഓഫർ ചെയ്യാൻ പറ്റി. ബെസ്റ്റ് പെർഫോമൻസ് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ. കാരണം ഈ ഒരു സീസൺ 3ത്തെ മൊത്തം പെർഫോമൻസ് എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് തന്നെയാണ് ഏറ്റവും സൂപ്പർ. ആൻഡ് ആ മൊത്തത്തിലുള്ള മ്യൂസിക് ആയാലും എല്ലാവരുടെയും പെർഫോമൻസ് എടുത്ത് തന്നെ പറയേണ്ടതാണ്. ഒരാളെ പറഞ്ഞാൽ മാത്രം ശരിയാവില്ല. ആൻഡ് പ്രത്യേകിച്ച് പങ്കജ് ജാ ചെയ്തിട്ടുള്ള MLA ക്യാരക്ടർ, ആ ഒരു അറഗൻസ് ഒക്കെ ഉള്ള ഒരു പൊളിറ്റീഷ്യനെ നല്ല വൃത്തിക്ക് തന്നെ ചെയ്യാൻ പറ്റിയാണ് ജിതേന്ദ്രകുമാറിന്റെ, അഭിഷേക് ത്രിപാഠി, ആൻഡ് പ്രധാൻജി, ആൻഡ് എല്ലാ ലിസ്റ്റ് ഓഫ് ആക്ടേഴ്സും പലരും വരുമ്പോൾ തന്നെ നമുക്കൊരു ചിരി വരും. ആൻഡ് അത്രത്തോളം നമുക്ക് ദേഷ്യം വന്നൊരു ക്യാരക്ടറായിരുന്നു ഭൂഷൺ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. എല്ലാ നാട്ടിലും ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്ന ഒരാളുണ്ടാവും സൈഡിലൂടെ സ്വന്തം ലാഭത്തിന് വേണ്ടിയിട്ട്. ആൻഡ് അങ്ങനെയുള്ള ഒരാൾക്ക് രണ്ട് കിട്ടണം എന്ന് നമുക്ക് തോന്നില്ല. അങ്ങനെ ശരിക്കും തോന്നിപ്പിക്കാനായിട്ട് ആ ക്യാരക്ടറിന് പറ്റി. കാരണം നമുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല അരച്ചങ്ങട്ട് കയറും. ആൻഡ് ഇതിന്റെ ഇടയിൽ അവർ പറഞ്ഞു പോകുന്ന പല കാര്യങ്ങളും ഉണ്ട്. ഇപ്പം പാരന്റ്സിനോടുള്ള നമ്മുടെ റെസ്പോൺസിബിലിറ്റി, അല്ലെങ്കിൽ എങ്ങനെയാണ് ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവുക. അങ്ങനെ മൊത്തത്തില് ആ ഒരു മൊത്തം ഫുലേര എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഇനി എന്താണ് ഉണ്ടാവാൻ പോവാന്നുള്ള കുറച്ച് സീരിയസ് നോട്ടിലാണ് ഈ ഒരു സീസണും എൻഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഓവറോൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം ഇപ്രാവശ്യത്തിന്റെ ആ ഒരു കഴിഞ്ഞ 2 സീസൺ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ആ ഒരു സീരിയസ് ടോണിലേക്ക് മാറിയെങ്കിലും പലയിടത്തും അവരുടെ പെർഫോമൻസ് കൊണ്ടും ചെറിയ ചെറിയ ചില ഇമോഷണൽ സംഭവങ്ങളുണ്ട്, നമ്മുടെ കണ്ണും മനസ്സും നിറയ്ക്കുന്ന ചില സീനുകൾ. അതുകൊണ്ടൊക്കെ ഇപ്പോഴും ആ ഒരു ഫേവറേറ്റ് ലിസ്റ്റിൽ നിന്ന് മാറിയിട്ടില്ല. 3 സീസണും ഒന്നിനൊന്ന് സൂപ്പർ എന്നേ ഞാൻ പറയുള്ളൂ. കാരണം എല്ലായിടത്തും എപ്പോഴും കളിച്ചിരി മാത്രമല്ലല്ലോ ഉണ്ടാവുക, മറ്റുള്ള ചില സംഭവങ്ങൾ ഉണ്ടാവുമല്ലോ. അതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു സീസണും പോയിട്ടുള്ളത്. എന്തായാലും തീർച്ചയായിട്ടും കണ്ടു നോക്കുക. ഒരിക്കലും വേസ്റ്റ് ആവില്ല ടൈം. വളരെയധികം നല്ലൊരു ഫീല് തന്നെയാണ് തന്നിട്ടുള്ളത്. സോ ഇനി 2026 മറ്റോ ആണ് ഇതിന്റെ സീസൺ 3 റിലീസ് ആവാന്ന് കേട്ടിരുന്നു, സീസൺ 4 റിലീസ് ആവാന്ന് കേട്ടിരുന്നു. സോ എന്തായാലും സീസൺ 3 കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക. കാണാത്തവർ മസ്റ്റ് ആയിട്ട് കാണാം. ഫുലേര അവിടെ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്.